അതൊക്കെ ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഇത്രയും നാളെ ചാണ്ടിയമ്മ ഇല്ലായിരുന്നു ഇവിടെ നിന്ന്. ഇലക്ഷൻ എടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാണ്ടിയമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലേ പറഞ്ഞത്? പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചെന്നാരണ്ട് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടിയമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം. കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, എല്ലാ വേദപുസ്തകത്തിലും. ചാണ്ടിയമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത്, ചാണ്ടിയമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടിയമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത്. അത്രയുള്ള അതിൻ്റെ മറുപടി. ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയും ഭയങ്കര പള്ളിയിൽ തന്നെ കഴിയുന്ന ആളും ഈ പറഞ്ഞ കണക്ക് മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക, MLA-മാർക്ക് നല്ല ജോലിയായിരിക്കും. മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുകയൊക്കെ ചെയ്യുന്ന ചാണ്ടിയമ്മൻ അങ്ങനെ ഒരു സത്യസന്ധനും ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിലൊരു വചനമുണ്ട്, കള്ളസാക്ഷി പറയുന്നവന് നരകം. ഖുറാനിലും പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തതും അറിയാത്തതുമായ കള്ളസാക്ഷി പറയരുത്. അയാൾക്കറിയാമോ അതിനെക്കുറിച്ച്? തെളിവെല്ലാം ഉണ്ടോ കയ്യിൽ? കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് നടത്തിയാണ്. ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല. എന്താണെന്നറിയോ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പൊക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലയ്ക്ക് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു രാഷ്ട്രീയ ശരിയാണ്, ചില മകതിരിവും ലജ്ജയൊക്കെ വേണം. അങ്ങനെ ചെയ്ത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതൊരു ചെറിയ അസുഖമാണ്. ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയാണ്, എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങ് ഇരിക്കുന്ന ആളാണ്. എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക. കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ്. അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക. തെളിവല്ലോ ഉണ്ടോ? കുറേ കാലമായിട്ട് ഇത് പറയുന്നല്ലോ. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് ഇതല്ലേ പറഞ്ഞത്? ഇതെന്താണ് ഈ വിഷയം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം? ഈ വിഷയം ഒരു വിഷയമാണോ? CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ. ഞാൻ ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട. അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. വേറെ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ കുഞ്ഞി, ചാണ്ടിയമ്മ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതിന് മറുപടി പറയാം. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്തി എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൽ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ? മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെക്കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടിയമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും, ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ? ജഗദീഷ് മത്സരിച്ച ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ്? എന്നിട്ട് എന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാണ്. അന്നും ചാണ്ടിയമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ചതിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേദയെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിന് മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാമോ? അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്ന കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, അത് പറയിക്കണ്ട. കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച വാഹനങ്ങളുടെ 10 വർഷം 15 വർഷം 20 വർഷം കാലാവധിയായ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷന് വരുമ്പോൾ
കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ചാർജുകളെ 50% വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ അവർ വർദ്ധിപ്പിച്ചതിനെ നേരെ പകുതിയായി കുറയ്ക്കുന്നു, ചിലതിൽ മാറ്റം വരുത്തുന്നില്ല. ഇതിന് വിശദമായ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച തുകയും നമ്മളിപ്പോൾ വെട്ടിക്കുറച്ച് വെച്ചിരിക്കുന്ന തുകയും ഞാൻ നിങ്ങൾക്ക് പത്രസമ്മേളനത്തിന് ശേഷം ഒരു കോപ്പി തരുന്നതായിരിക്കും, വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാർ ഈ പഴയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ വലിയ തുകയാണ് ചാർജ് ചെയ്തിരുന്നത്. ഒരു 15 വർഷം 20 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് വലിയ തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ന് നിലവിലുള്ളതിനേക്കാളൊക്കെ ഒരു 4-5 ഇരട്ടിയൊക്കെ വർധനമാണ്. ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടും സംസ്ഥാന സർക്കാരിൽ ഇതിൽ കുറവ് വരുത്താൻ അധികാരമുണ്ട് എന്ന് മനസ്സിലായി. ആദ്യം അധികാരം ഇല്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ നമുക്ക് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വെട്ടി കുറയ്ക്കാൻ നടപടിയെടുക്കാൻ പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ എല്ലാം കുറച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വർധനവുകളെയും ഏറ്റവും കുറഞ്ഞത് 50% വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ, ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങളാണെങ്കിൽ 20 അല്ല 30 അല്ല 50 വർഷമായാലും രജിസ്റ്റർ ചെയ്യാം. പ്രൈവറ്റ് ബസ് പോലും 26 വർഷം 25 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ സർക്കാർ വാഹനങ്ങളെ 15 വർഷം കഴിഞ്ഞാൽ ഉടൻ സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അതായത് പ്രത്യേകിച്ച് പോലീസ് വകുപ്പ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, വനം വകുപ്പ്, ഇവർക്കെല്ലാം വലിയ കുഴപ്പം സംഭവിക്കും. കാരണം വെച്ചാൽ അവരെ വണ്ടികൾ, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ വണ്ടി, ഒരു ഫയർ എഞ്ചിൻ 15 വർഷം കഴിഞ്ഞാലും 1,00,000 കിലോമീറ്റർ പോലും ഓടില്ല. കാരണം തീ പിടിക്കുമ്പോൾ മാത്രം ഓടിയാൽ പോരെ. അപ്പോൾ ഇതിനെല്ലാം 15 വർഷം കഴിയുമ്പോൾ സ്ക്രാപ്പ് ചെയ്ത് കളയുകയെന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപ, ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപ സർക്കാർ ചിലവാക്കിക്കൊണ്ടേ പുതിയ വണ്ടി വാങ്ങാൻ പറ്റും. ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്ത് കളയുന്ന വണ്ടിക്ക് വരാൻ പുതിയ വണ്ടി വാങ്ങിച്ചല്ലേ പറ്റൂ. ആംബുലൻസുകൾ, ആരോഗ്യവകുപ്പിൻ്റെ ഏതാണ്ട് 860-ലധികം ആംബുലൻസുകൾ സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികളെ, സർക്കാർ വണ്ടികളെ കാലാവധി നീട്ടുവാൻ സർക്കാർ തീരുമാനിച്ചു. 3 വർഷം ഡ്യൂട്ടി, 5 വർഷം, അടുത്ത 5 വർഷത്തേക്ക് കൂടെ കാലാവധി കൂട്ടാൻ. പക്ഷേ പൊല്യൂഷൻ പരിശോധിക്കണം, പൊല്യൂഷൻ ഉണ്ടായിരിക്കണം, പൊല്യൂഷനിൽ തകരാറ് വരാൻ പാടില്ല, വണ്ടി കണ്ടീഷനായിരിക്കണം. ഈ വണ്ടികൾക്ക് വാഹൻ സൈറ്റിൽ പ്രവേശനം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു മാനുവലായിട്ടുള്ള പഴയ മോഡലിലുള്ള ഒരു RC ബുക്ക് കൊടുക്കും. ലാമിനേറ്റഡ് കാർഡ് പോലുള്ള ഒരു RC ബുക്ക് കൊടുക്കും. ബുക്ക് എന്ന് പറയുന്നതല്ലേ, ബുക്കല്ല, ഒരു RC കാർഡാണ്. ആ കാർഡ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും, എല്ലാ വണ്ടിക്കും ഇത് പുതുക്കി കൊടുക്കും. ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല എന്ന കേന്ദ്ര നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഇൻഷുറൻസ്, അതായത് കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഷുറൻസിലേക്ക് ഈ വണ്ടികളെല്ലാം മാറും. പ്രത്യേകിച്ച് നിയമത്തിലെ ഒരു വ്യവസ്ഥയിൽ ആർമി, പോലീസ് ഇതുപോലെയുള്ള എമർജൻസി സേനകൾക്ക് വണ്ടി 15 വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാം എന്ന് കേന്ദ്ര നിയമത്തിൻ്റെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വെച്ചുകൊണ്ട് പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, ആരോഗ്യവകുപ്പ്, എമർജൻസി സിറ്റുവേഷനാണ്, ഫയർഫോഴ്സ്, ഇവരെല്ലാവരെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ വാഹനങ്ങളെയും 5 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും മോചിപ്പിക്കുകയും അനേകം വാഹനങ്ങൾ, പോലീസിൻ്റെ തന്നെ വാഹനങ്ങൾ വളരെ പ്രശ്നമാണ്. കാരണം ബസ്, ഉദാഹരണത്തിന് പോലീസ് ഫോഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റ് മുമ്പിലൊക്കെ സമരം നടക്കുമ്പോൾ ബസ് വരും, തിരിച്ച് നന്ദാവനം ക്യാമ്പിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ SAP ക്യാമ്പിലേക്ക് പോകും. ഈ ഒരു ദൂരം മാത്രമേ ഇത് ഓടുന്നുള്ളൂ. പിന്നെ ഇത് ലോങ് ഡിസ്റ്റൻസ് ഓടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ശബരിമലയ്ക്ക് വർഷത്തിൽ 2, 3, 4, 5 പ്രാവശ്യം അവർ ഓടും. അപ്പോൾ വളരെ കിലോമീറ്റർ കുറവാണ്. ഒരു ബസ്സൊക്കെ 15 വർഷം പിന്നിടുമ്പോൾ 1,00,000 കിലോമീറ്റർ പോലും ഓടാത്ത ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്യണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അത് ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ വണ്ടികളെ മുഴുവൻ 5 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വണ്ടികൾക്ക് റീ രജിസ്ട്രേഷൻ കൊടുക്കും. ഇനി അടുത്തായി വരുന്നത് എല്ലാ സർക്കാർ വണ്ടിക്കും വേറൊരു രജിസ്ട്രേഷൻ നമ്പർ വരാൻ പോകാൻ. സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്ക് അത് ഉടനെ തന്നെ ഇറങ്ങും, ഉത്തരവ് ഉടനെ ഇറങ്ങും. സംസ്ഥാന സർക്കാരുകളുടെ വാഹനങ്ങളെല്ലാം KL 90 KL 90, പിന്നെ ABC എന്ന് പോവും.
90A എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് വാഹനങ്ങളായിരിക്കും. 90A എന്ന് പറഞ്ഞാൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വാഹനമായിരിക്കും. 19C എന്ന് പറയുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ വാഹനമായിരിക്കും. D എന്ന് പറയുന്നത് മറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഈ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വണ്ടികൾ 90D ആയിരിക്കും. C ആയിരിക്കും. 90 എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് കാർ. 90A എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്. 90C എന്ന് പറയുമ്പോൾ അത് പിന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. 90C എന്ന് പറയുമ്പോഴേക്കും അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ. പ്രത്യേക രജിസ്ട്രേഷൻ ആയിരിക്കും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ ഓഫീസ് ഓൺലൈനിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ പോലും തിരുവനന്തപുരത്തെ നാഷണലൈസ്ഡ് സെക്ടറുമായി ചേർന്നുകൊണ്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഉത്തരവും ഉടൻ തന്നെ പുറത്തിറങ്ങുക. എല്ലാം റെഡിയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ശുപാർശയും ആവശ്യവുമായിരുന്നു. ആ ആവശ്യം നടപ്പിലാക്കുന്നു. അതുപോലെ നമ്മൾ ഹിയറിംഗ് കഴിഞ്ഞിരിക്കുന്നു. 503 പുതിയ പ്രൈവറ്റ് ബസ് റൂട്ടുകൾ ഇറക്കും എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതും ഏതാണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ഈ ആഴ്ച തന്നെ അതിൻ്റെ ഉത്തരവ്. 503 പുതിയ റൂട്ടുകൾ KSRTC ബസ്സുകളോ പ്രൈവറ്റ് ബസ്സുകളോ ഇതുവരെ ഓടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യുവതികൾക്ക്, കൂട്ടുകാർക്ക്, അങ്ങനെ ഫാമിലിക്ക് ചെറിയ മിനി ബസ്സുകൾ വാങ്ങി ഓടിക്കാൻ കഴിയുന്ന ഇതുവരെ സർവീസ് ഇല്ലാത്ത റൂട്ടുകൾ. അത് ലാഭമാകുമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഒരു ഐഡിയ ഞാൻ പറയുമ്പോൾ ഇത് ലാഭത്തിലായിത്തീരും എന്ന് എനിക്കറിയാം. കാരണം ഇതേ കാര്യം KSRTCയിൽ ഇപ്പോൾ പരിശോധിച്ചു. പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സുകളോ പോകാത്ത പ്രാദേശിക റൂട്ടുകളിൽ ചെറിയ മിനി ബസ്സുകൾ KSRTC ഓടിച്ചതെല്ലാം വലിയ വിജയമാണ്. 1 കിലോമീറ്റർ ഓടുമ്പോൾ 56 രൂപ വരെ EPK കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി വൻ വിജയമായിരിക്കും. ഇതുവരെ വണ്ടി ഓടാത്ത റൂട്ടുകളെന്ന് പറയുമ്പോൾ യാത്രക്കാർ ഇന്ന് യാത്രയ്ക്ക് വേണ്ടി നടന്നു പോവുകയും ഓട്ടോറിക്ഷ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, ഉൾപ്രദേശമൊക്കെ ആയിരിക്കും, ആദിവാസി മേഖലകളും വനമേഖലകളും ഒക്കെ ആയിരിക്കും ഇത് പോകുന്നത്. മെയിൻ റോഡിൽ ഇറങ്ങും, മെയിൻ റോഡിൽ വന്ന് ചേരും. അവിടെ കൂടെയൊക്കെ കറങ്ങി മെയിൻ റോഡിൽ വന്ന് ചേരും, ജംഗ്ഷനിൽ വന്ന് ചേരും ഇത്. അപ്പോൾ ഈ കണക്ടിവിറ്റി MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും, ഗ്രാമസഭ കൂടി MLA-മാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് തിരഞ്ഞെടുത്ത 503 റൂട്ടുകളാണ് ആദ്യഘട്ടത്തിൽ. തർക്കം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ആരും ഓടാത്ത പ്രൈവറ്റ് ബസ്സോ KSRTC ഓടാത്ത വെർജിൻ റൂട്ടുകൾ 503 എണ്ണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞു. അതിൻ്റെ ബന്ധപ്പെട്ട കക്ഷികളെല്ലാം ഹിയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ റിപ്പോർട്ട് വന്നാൽ ഈ ആഴ്ച തന്നെ ഇതിൻ്റെ ചൊവ്വാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉത്തരവും ഇറങ്ങും. അപ്പോൾ 4 കാര്യങ്ങൾ കേരള നിയമസഭയിലും മാധ്യമങ്ങളോടും ജനങ്ങളോടും ട്രാൻസ്പോർട്ട് വകുപ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. 1, സർക്കാർ വണ്ടികളുടെ കാലാവധി വർദ്ധിപ്പിക്കുന്നു. 2, ഈ കേന്ദ്രം ഉയർത്തിയ 3 ഇരട്ടി 4 ഇരട്ടിയായി ഉയർത്തിയ റീ രജിസ്ട്രേഷൻ ചാർജ് വെട്ടിക്കുറച്ചിരിക്കുന്നു. 3-മത്തത് ഇതാണ്, പിന്നെ വെർജിൻ റൂട്ടുകൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. അതാണ് 503 റൂട്ടുകൾ വരുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് കേന്ദ്ര സർക്കാർ. അപ്പോൾ വണ്ടി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. 90യിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഗവൺമെൻറ് കാറായിരിക്കും. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വരും. അങ്ങനെ 90. അപ്പോൾ ഇത് മുഴുവൻ 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ 90D എടുക്കുന്നത്, 90D വരുന്ന വീണ്ടും സംസ്ഥാന സർക്കാർ വരും. അത്രയും വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പോലീസ് വണ്ടി അടക്കം എല്ലാം. KSRTCക്ക് നമ്പർ 15 KL15 എന്ന് പറയുന്നത് പോലെ ഇത് 90-ലായിരിക്കും എല്ലാം. പഞ്ചായത്തിൻ്റെ വണ്ടികളും എല്ലാം അതിലായിരിക്കും വരുന്നത്. ഈ 4 കാര്യങ്ങൾ നിയമസഭയിലും പുറത്തുമായി നൽകിയ ഉറപ്പുകൾ പാലിച്ചിരിക്കുക. കമ്പാരിസൺ ഞാൻ പറയാം. മോട്ടോർ സൈക്കിളിന് 200 രൂപയായിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് 600 വർദ്ധിപ്പിച്ചു. അതങ്ങനെ തന്നെ തുടരുകയാണ്. 600 രൂപയായിരുന്നു. അത് 600 രൂപയായിരുന്നു. 200-ഉം 200-ഉം 400-ഉം അങ്ങനെ 600 രൂപയായിരുന്നു. അതിൽ വർധനവില്ല, 600 തന്നെ തുടരുന്നു. പിന്നെ ഓരോ വർഷത്തെയാണ്, അതായത് 10 വർഷം അല്ലേ, ഏറ്റവും ലാസ്റ്റുള്ളത് ഞാൻ വായിക്കാം. അതായത് പാസഞ്ചർ വെഹിക്കിൾ ഓൾഡർ ദാൻ 10 years അപ് ടു 13 years, 10 വർഷം മുതൽ 13 വർഷം വരുന്ന വണ്ടിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയത് 600 + 200 നിലവിലുണ്ടായിരുന്നത് 1800 രൂപയായിരുന്നു.
അതിനെ കേന്ദ്ര ഗവൺമെൻറ് 2000 വർദ്ധിപ്പിച്ചു. നമ്മളതിനെ 1500 കുറച്ചു. 15 വർഷം കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ടാണ്. 10 വർഷം മുതൽ 13 വർഷം വരെയാണ്. 13 മുതൽ 15 വർഷം വരെയുള്ള വണ്ടിക്ക് വെറും 800 രൂപയായിരുന്നു. അതിനെ കേന്ദ്ര ഗവൺമെൻറ് 6000 വർദ്ധിപ്പിച്ചു അല്ലേ? 6000 വർദ്ധിപ്പിച്ചു. നമ്മളത് 3000 കുറച്ചു, നേരെ പകുതിയാക്കി കുറച്ചു. നേരത്തെ ഓൾഡർ ദാൻ 15 years to 20 years 1200 രൂപ അല്ലേ? 800 അല്ലേ? 800 ഓട്ടോമാറ്റിക്കും മാനുവലും പറയുന്നുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് ഇല്ല, മാനുവലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഓട്ടോമാറ്റിക് ഇല്ലല്ലോ പഴയ വണ്ടിക്കൊന്നും. അപ്പോൾ 800 14,000 വർദ്ധിപ്പിച്ചു സർക്കാർ. നമ്മളത് 7000 കുറച്ചു. കേന്ദ്ര ഗവൺമെൻറ് 14,000 വർദ്ധിച്ച് നേരെ പകുതിയായി 7000 കുറച്ചു. പിന്നെ ഇതെല്ലാം മാനുവലേ ഉള്ളൂ. 800 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഓൾഡർ ദാൻ 20 years. അത് 28,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. നമ്മൾ 14,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, കുറച്ചു, നേരെ പകുതിയായി കുറച്ചു. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതിന് നേരെ പകുതിയായിട്ട് കുറച്ചു. അത് ഓൾഡർ ആയതുകൊണ്ടാണ്. കാരണം 10 വർഷം 15 വർഷം അതിന് അങ്ങോട്ട് അല്ലാതെ പോകുന്നിടത്തൊന്നും വലിയ വർധനവില്ല. നമ്മൾ അവർ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്ന 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് നമ്മൾ 1500 കുറച്ചു കൊടുത്തു. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. 6000 വർദ്ധിപ്പിച്ചതിനെ 2000 കുറച്ചു കൊടുത്തു. ഓൾഡർ ദാൻ 13 years ടു മീഡിയം ഗുഡ്സ് വെഹിക്കിൾ, ചെറിയ മിനി ലോറികളൊക്കെ ഉണ്ടല്ലോ, അതിനെ 13 വർഷം മുതൽ 15 വർഷം വരെയുള്ള വണ്ടിക്ക് കേന്ദ്ര സർക്കാർ 6000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതിനെ 2000 കുറച്ചു കൊടുത്തു. 1/3 കുറഞ്ഞു. പിന്നെ അത് 800 രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിന്. ഇതെല്ലാം 800 രൂപയായിരുന്നു വെച്ചിരുന്നത്. ഓൾഡർ ദാൻ 15 years to 20 years 11,300, 11,300 രൂപയായിരുന്നതിന് നമ്മൾ 6000 രൂപയായിട്ട് കുറച്ചു കൊടുത്തു. അങ്ങനെ പകുതി കുറച്ചു. പിന്നെ ഓൾഡർ ദാൻ 20 years ഈ LMB ആണ്, പിന്നെ മീഡിയം ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് പാസഞ്ചർ വെഹിക്കിൾ, MPV എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് 22,600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ്. അത് 11,300 രൂപയായിട്ട് കുറച്ചു. ഏതാണ്ട് 50% ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. എല്ലാത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ പോലുള്ള ചെറിയ സാധനങ്ങൾ മാത്രം വലിയ വ്യത്യാസം വന്നിട്ടില്ല. നിയമകുരുക്കില്ല. നിയമപരമായി എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് ഞാൻ വന്നതിന് ശേഷം കണ്ടുപിടിച്ചാണ്. ഇതിനകത്തൊരു വകുപ്പുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഞാനാണ്. വകുപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ആർമി വെഹിക്കിൾ, പോലീസ് വെഹിക്കിൾ, ഫോഴ്സസിൻ്റെ വെഹിക്കിൾ, എമർജൻസി വെഹിക്കിൾ, അതിലെ ആംബുലൻസൊക്കെ വരും. ആ കാറ്റഗറിയിൽ വരെ ഫയർ എഞ്ചിൻ പോലുള്ള കാര്യങ്ങൾക്ക് 15 വർഷം കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ കൊടുക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. ഫോറസ്റ്റ്, എക്സൈസ്, അതായത് ഈ നമ്മുടെ ഫോഴ്സുകളുടെ എല്ലാം. അപ്പോൾ അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കിട്ടും, യൂണിഫോംഡ് ഫോഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എമർജൻസി വെഹിക്കിൾസ്, ആംബുലൻസ് അടക്കമുള്ളതിന് 15 വർഷം കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് വ്യവസ്ഥയിലുണ്ട്. മറ്റേത് വ്യവസ്ഥയിലുള്ളത് തന്നെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വാഹൻ സൈറ്റിലോട്ട് കയറത്തില്ല. വാഹൻ സൈറ്റിൽ കയറാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരു RC ബുക്ക് കൊടുക്കുകയാണ് ഇതേ നമ്പറിൽ തന്നെ. ഈ ഗവൺമെൻറ് വണ്ടികൾക്ക് അങ്ങനെ ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ ഒരു RC ബുക്ക് കൊടുക്കുകയും അതിന് സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യാം, പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം സംസ്ഥാനത്തിനകത്തേക്ക് കേരള സംസ്ഥാന ഇൻഷുറൻസ് കൊടുക്കും. സ്റ്റേറ്റ് ഇൻഷുറൻസ് അവരെ ഏറ്റെടുക്കും. അവരെ ഇൻഷുറൻസ് എടുത്തേക്കും. അപ്പോൾ സ്റ്റേറ്റിനകത്ത് ഇൻഷുർഡാണ് സാധനം. തേർഡ് പാർട്ടി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആയിരിക്കും അത് പേ ചെയ്യുന്നത്. അല്ല, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്ക് പറ്റില്ല. എല്ലാത്തിലും മനുഷ്യന് വേണ്ടിയുള്ള, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് കണ്ടുപിടിച്ചതുകൊണ്ടാണ്. പണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. മരുന്നില്ലാത്ത രോഗമുണ്ടോ? അല്ല, അതാണ് പറഞ്ഞ പഞ്ചായത്ത് വണ്ടികളൊക്കെ ഇല്ലേ, അത് എമർജൻസി വാഹനങ്ങൾക്ക് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, മറ്റേനും വ്യവസ്ഥയുണ്ട്. പക്ഷേ വാഹനത്തിൽ കയറില്ല സൈറ്റിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു രജിസ്ട്രേഷൻ കാർഡ് കൊടുക്കുന്നു, KSRTC കൊടുക്കുന്നുണ്ട്. അതെ, വാഹനം കുടിക്കൽ കേന്ദ്രം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഒരെണ്ണം എടപ്പാളിൽ KSRTCയുടെ പണി പൂർത്തിയായിട്ടുണ്ട്, അല്ലേ? പണി ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകും. ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നും. നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നമ്മൾ നിയമവിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ചു, നിയമ വകുപ്പുമായി സംസാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ ചാർജ് കുറയ്ക്കാൻ തന്നെ ആദ്യം കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുള്ള ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതിലും വകുപ്പ് കണ്ടുപിടിച്ചില്ലേ, ഇതിലും ഒരു വകുപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എമർജൻസി വെഹിക്കിൾ എന്ന് പറയുന്നത് പോലീസ്, പിന്നെ ഫയർഫോഴ്സ്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അത് വേറെ കാറ്റഗറിയാണ്. മറ്റു വണ്ടികൾ കൂടി നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ്. അല്ല, ആ നികുതി അല്ല.
ഇല്ല, ഇതിനകത്ത് സംസ്ഥാന സർക്കാർ നികുതിയൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. നേരത്തെ ഉള്ളതാണ് ഈ മഞ്ഞ കളറിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന സാധനങ്ങൾക്ക് 800 രൂപ വെച്ചൊക്കെ ഉള്ളൂ. ഓട്ടോമാറ്റിക് വെഹിക്കിളിന് 1200. ഉദാഹരണത്തിന് ഓൾഡർ ദാൻ 20 years ഉള്ള പാസഞ്ചർ വെഹിക്കിളിന് 800 രൂപയുള്ളൂ മാനുവൽ ഗിയറിന്. ഓട്ടോമാറ്റിക് ഗിയറിന് 1200. ഓട്ടോമാറ്റിക് ഗിയർ 15 വർഷത്തിൽ പഴക്കമുള്ള വണ്ടികൾ വളരെ വളരെ ഫോറിൻ ഇമ്പോർട്ടൻറ്റ് വണ്ടികളിലായിരിക്കണം. അല്ല, അന്നില്ല. അന്ന് അത്രയും 20 വർഷത്തിന് മേളിലുള്ള വണ്ടികളിൽ ഓട്ടോമാറ്റിക് ഗിയർ ഇമ്പോർട്ടൻറ്റ് വണ്ടികളിലായിരിക്കണം, അല്ലാതെ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 800 ഉണ്ടായിരുന്നുള്ളൂ. ആ 800-നെയാണ് 28,000 വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെൻറ്. 800-ൽ നിന്നാണ് എല്ലാം ഒരേ റേറ്റ് ആയിരുന്നു. 800-ൽ നിന്ന് 28,000 പോയി. അതാണ് 14,000 കൊണ്ടുപോകുന്നത്. എവിടെ ഇതിനോ? ഇല്ല, വർദ്ധിപ്പിച്ചു. അല്ല, അത് വാഹന നികുതിയാണ്. അതല്ലേ, വാഹന നികുതി വേറെ. ഇത് വൺ ടൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ അടയ്ക്കുന്ന ഫീസാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ റീ രജിസ്റ്റർ. വാഹന നികുതി വർദ്ധിപ്പിച്ചത് അത് ടാക്സാണ്. അത് ബഡ്ജറ്റിൽ വരുന്ന തീരുമാനത്തിൽ ടാക്സാണ്. അത് റോഡ് ടാക്സാണ്. റോഡ് ടാക്സാണ്. ഇത് രജിസ്ട്രേഷൻ വൺ ടൈം. ഞാനിപ്പം 15 വർഷം കഴിഞ്ഞ വണ്ടി ഒന്ന് പുതുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ എൻ്റെ നിന്ന് വാങ്ങുന്ന പണമാണ് വൻതോതിൽ വർദ്ധിപ്പിച്ചത്. അതാണ് വെട്ടി കുറച്ചത്. അല്ല, മറ്റേത് ബഡ്ജറ്റിലാണ് മന്ത്രിയാണ് ധനകാര്യ മന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം വാഹനങ്ങളുടെ ഒന്നും ഇളവിന് നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പ്രപ്പോസൽ ധനകാര്യ വകുപ്പിൽ കൊടുത്തിരിക്കുകയാണ്. മന്ത്രിസഭ പാസ്സാക്കിയാൽ സർക്കാരിന് 1200 കോടി രൂപ കിട്ടും. അതായത് ഇപ്പോൾ നിലവിലുള്ള ഫൈനുകൾ, നമ്മുടെ ക്യാമറ അടിക്കുന്ന ഫൈന്, അത്തരം ചെല്ലാൻ അടിച്ചിട്ടുള്ള ഫൈനുകളെ 50% കുറച്ച് കൊടുത്തൊരു അദാലത്ത്. അപ്പോൾ നമുക്ക് 10,000 രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 5,000 രൂപ അടച്ചാൽ നമ്മുടെ കേസുകളെല്ലാം തീർത്ത് കൊടുക്കുന്നതിൽ അദാലത്ത് വയ്ക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗത്തിന് പാസ്സാക്കാവുന്നേ ഉള്ളൂ. അപ്പം ധനകാര്യ വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നാൽ മന്ത്രിസഭാ യോഗം പാസ്സാക്കിയാൽ ഒരു 3 മാസത്തിനുള്ളിൽ 1200 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ വരും എന്നാണ് കണക്കാക്കുന്നത്. അത് ഈ ചെല്ലാനടിച്ചത് പിന്നെ നികുതി അടയ്ക്കാതെ, ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ പഴയ വണ്ടികൾ ഷെഡിൽ കയറ്റിയിട്ടു അവരെ നികുതി റവന്യൂ റിക്കവറിയിലേക്കൊക്കെ പോയവരുണ്ട്. അവർക്ക് കാര്യമായൊരു ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ബാക്കി അടപ്പിച്ച് തീർത്താൽ വലിയൊരു നേട്ടം സർക്കാരിന് കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ നല്ല, ജനങ്ങൾക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും. ഈ ഫൈൻ അടിച്ച വണ്ടി, ഓടാത്ത വണ്ടിക്ക് ടാക്സ്, സ്ക്രാപ്പ് ചെയ്ത് അറിയാതെ പണ്ട് സ്ക്രാപ്പ് ചെയ്ത് പോയ വണ്ടികൾക്ക് ടാക്സ്, നിലവിൽ തന്നെ ഇല്ലാത്ത വണ്ടികൾ ഇതിൻ്റെ ഒരു റൈറ്റ് ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആളുകൾക്ക് വണ്ടിയൊന്നും ഇല്ലെങ്കിലും ടാക്സ് അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഔദ്യോഗികമായി ഇവർ സ്ക്രാപ്പ് ചെയ്തിട്ടില്ല, നമ്പർ മാത്രമേ ഉള്ളൂ വാഹനം, അവർക്ക് ടാക്സ് അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളെ ആ ഒരു ഇഷ്യൂസ് സോൾവ്, അത്രയധികം ഫയലുകൾ ക്ലോസ് ചെയ്യാൻ പറ്റും. വലിയൊരു എമൗണ്ട് ഇതിൻ്റെ ഒരു ശതമാനം വാങ്ങിക്കൊണ്ട് അത് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇൻഷുറൻസ് ഉണ്ട്. മതി. ഇല്ല, നമ്മൾ ആ വാഹനങ്ങൾക്ക് പ്രത്യേക RC ബുക്ക് കൊടുക്കും. അതിന് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ റീ രജിസ്ട്രേഷനാണ്, പുതിയ രജിസ്ട്രേഷനാണ്. നമ്പർ മാറില്ല, സെയിം തന്നെയായിരിക്കും. നമ്പർ സെയിം തന്നെയായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിന് മുമ്പ് സർക്കാർ മറ്റേ ഉത്തരവ് ഇറങ്ങിയാൽ പഴയ നമ്പർ തന്നെയായിരിക്കും. വ്യത്യാസം. ഇപ്പോൾ KSRTC ഓടുന്നുണ്ടല്ലോ, 15 നമ്പറിൽ ഓടുന്ന 15 വർഷം കഴിഞ്ഞ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യണമെന്നാണ്. 18 വർഷം കഴിഞ്ഞ വണ്ടി അവർ ഓടുന്നുണ്ട്. നമ്മളിപ്പോൾ കുറയ്ക്കുകയാണ്. കാരണം KSRTCയുടെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി പഴകിയ വണ്ടികൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ട ദിവസം നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നില്ലേ, നമ്മുടെ KSRTCയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ CMDയോട് പറഞ്ഞത് അവിടെ കിടക്കുന്ന സ്ക്രാപ്പ്, ഷാജിയിലും പറഞ്ഞു, സ്ക്രാപ്പ് വണ്ടി, പഴയ വണ്ടികൾ, ഏറ്റവും പഴയ വണ്ടികൾ മൊത്തം വിൽക്കാൻ പറഞ്ഞു. കാരണം അത് ഓടുന്നതിനേക്കാൾ നല്ലത് അത് വിറ്റ് കാശ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ മറ്റു തരത്തിൽ മെച്ചപ്പെട്ടത് കൊണ്ട്, ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ ഒരു KSRTC ബസ്സിൻ്റെ പരമാവധി ആയുസ് 12 വർഷമായിരുന്നു. അന്നത്തെ പ്ലാൻ 9 വർഷത്തിലേക്ക് കൊണ്ട്, അന്ന് ഒരു പൈസയും സർക്കാർ തരത്തില്ല. എങ്ങനെയെങ്കിലും ഇതിനെ പഴയതിനെല്ലാം വിറ്റിട്ട് 9 വർഷത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കുറേ ലാഭം കിട്ടും നമുക്ക്. പുതിയ വണ്ടികൾ ഓടുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും, തേയ്മാനം കുറയും, ഫെയർ പാർട്സും വർക്ക്ഷോപ്പ് പണിയും കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. പക്ഷേ പിന്നീട് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ വണ്ടിയുടെ ആയുസ് 18 കൊല്ലം 19 കൊല്ലമായി മാറി. 12 കിടന്നതിനെ 9 കൊണ്ടുവരണമായിരുന്നു അന്ന് എൻ്റെ പ്ലാൻ. അത് ഇരട്ടിയായി എന്നാലോചിക്കണം. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും കുറയ്ക്കാനുള്ള പരിപാടിയിലാണ്. പുതിയ വണ്ടികൾ വാങ്ങാൻ സർക്കാർ പണം നൽകിയതുകൊണ്ട് കുറേ പഴയ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 18 വർഷമല്ലേ ഷാജി? കുറച്ച് എണ്ണം കിടപ്പുണ്ട്. പഴയ 18, 19 വർഷമായ 18 വർഷമായൊക്കെ പഴയ ഒഴിവാകും. അപ്പോൾ വയസ്സ് 17ലേക്ക് വരും. അത് എങ്ങനെയെങ്കിലും 10 താഴെ കൊണ്ടുവരണം. 10 താഴെ കൊണ്ടുവരുമ്പോൾ ഇത് വലിയ വിജയമായിട്ട് മാറും. ഏതാ? ഒന്നുമില്ല. റീൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. എന്നോട് ചോദിച്ചു, ഞാൻ റീൽ എടുക്കാൻ നിർത്തുമെന്നും പറഞ്ഞില്ല. പക്ഷേ അടിച്ചു വിട്ടത് ഞാൻ റീൽ എടുക്കാൻ നിർത്തുക, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ മറ്റുള്ളവരെ പ്രൈവസിയിൽ കയറി റീൽ എടുക്കാൻ പാടില്ല. ഇപ്പോൾ എന്നെ വെച്ചിട്ട് എനിക്ക് തലകുത്തിക്കുന്ന റീൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളെയും കൂടി ചേർത്ത് റീൽ എടുക്കരുത്. അതൊരാളുടെ വ്യക്തിപരമായ പ്രൈവസിയിൽ കടന്നു കയറലല്ലേ, അതൊരു മര്യാദയല്ലല്ലോ.
ഞാൻ പുഴത്തൊലിയിൽ തെന്നി വീഴുന്ന റീലെടുക്കാം, എനിക്ക് എടുത്തിടാം. പക്ഷെ വേറൊരാൾ തെന്നി വീഴുന്ന റീലെടുത്തിടാൻ എനിക്ക് റൈറ്റ് ഇല്ല. അത് ശരിയല്ല, അത് അന്തസ്സല്ലല്ലോ. ഒരാളെ പ്രൈവസിയിലേക്ക് കിടക്കുകയും അന്ന് ഞാൻ പറഞ്ഞ കറക്റ്റാന്ന് തെളിഞ്ഞല്ലോ, പിന്നെ പോലീസ് പിടിച്ചില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് തന്നെയാണ് ആര് ചെയ്താലും, അത് പറയാതിരിക്കാൻ പറ്റില്ല. ബസ്സിനകത്തൊക്കെ റീലെടുക്കുന്ന അവനവൻ്റെ എടുക്കുന്നുണ്ടോ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, ബസ്സിൽ ഇരുന്ന് പാട്ട് പാടുന്നു, ഇതൊക്കെ നമുക്ക് എടുക്കാം, അവനവൻ്റെ എടുക്കാം. ഏത് റീൽസും അവനവൻ്റെ എടുക്കാം. ഭാര്യയും ഭർത്താവോട് എടുത്താലും കുഴപ്പമില്ല, ലവേഴ്സ് തമ്മിലെടുത്താലും കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അതൊന്നും നമ്മൾ പ്രശ്നമില്ല. കൂട്ടുകാർ തമ്മിലെടുക്കാം. പക്ഷേ മറ്റുള്ളവരെ അനുവാദമില്ലാതെ നമ്മളിവിടെ ഉള്ളു കേട്ടോ. ഞാൻ ഒരു ദിവസം ഈ സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ സ്പോർട്സ് സെക്രട്ടറി ശിവശങ്കറാണ്, ഞങ്ങളെല്ലാവരും കൂടി ലണ്ടനിൽ പോയി ഒളിമ്പിക്സിന്. അപ്പോൾ അവിടെ ഈ പുതിയ ഒരുപാട് കളിക്കളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊരു 10 വർഷം പോയി കളിക്കളം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ അതിൽ കളിപ്പിച്ച് ഒളിമ്പിക്സിന് തയ്യാറാക്കുകയാണ്. അപ്പോൾ അവർ ആതിഥേയരാണല്ലോ ലണ്ടൻ. അപ്പോൾ ഞങ്ങളൊരു പാർക്കിൽ പോയിട്ട് ഒരു കളിസ്ഥലം, കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാർക്ക് മുതൽ അങ്ങ് നവീകരിച്ചിരിക്കുകയാണ് അവർ. നല്ല സിന്തറ്റിക് സാധനം, വീണ കുഞ്ഞുങ്ങൾ മുറിയാത്ത റബ്ബറുള്ള സാധനമൊക്കെ വെച്ച് ഇത് കണ്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ ചീത്തയൊന്നുമില്ല ഇംഗ്ലീഷിൽ. കാരണം ഇത് നമ്മളെ ഫോണിൽ നിന്ന് പിടിച്ച് അവരുടെ കുഞ്ഞവിടെ കളിക്കുന്നുണ്ട്, ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ അതിൽ പതിഞ്ഞെന്നും പറഞ്ഞ് ചീത്തയും വിളിച്ച് ഇത് മായ്ച്ച് കളഞ്ഞിട്ടേ അവർ പോയുള്ളൂ. നമുക്ക് ഇവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ ഈ പാർക്ക് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അവർ ഓടി വന്ന് ചീത്തയും പറഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ പടം കാണിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യിച്ചിട്ടേ അവർ പോയുള്ളൂ. അതൊക്കെയാണ് ഓരോ രാജ്യത്ത്. ഇവിടെ ആർക്കും ആരുടെ പടം എടുക്കാം.